ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ അഭിനുവിൻ്റെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അത്. ഞങ്ങളുടെ സ്വന്തം അബി കല്യാണം കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ കോളേജിൽ റൂമിൽ 6 പേരുണ്ടായിരുന്നു. നമ്മളെല്ലാ പരിപാടിക്കും നമ്മൾ 6 പേരും കൂടാറുണ്ട്. പക്ഷേ ഈ തവണ എല്ലാവർക്കും കുറച്ച് പേർക്ക് ബിസി ആയിപ്പോയി. രേഷ്മ ചേച്ചിക്ക് കുട്ടി ഉണ്ടായിട്ട് കിടക്കുകയാണ്. പിന്നെ ശ്രീനു ചേച്ചിക്ക് ദുബായ് വരെയും പോകേണ്ടി വന്നു. ലിജ ചേച്ചി നാളെ വരും. അങ്ങനെ ഞങ്ങൾ രാവിലെ നേരം വെളുത്തപ്പോൾ അവൾ റെഡി ആവാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ കൂട്ടാൻ വേണ്ടി പോയതാണ്. അവൾ ആ ഒരു ബ്രൈഡിൻ്റെ വേഷത്തിൽ കണ്ടപ്പോഴുണ്ടല്ലോ, ഞാൻ ഭയങ്കര ഇമോഷണലായി. കാരണം ഒരു 10 വർഷത്തെ പ്രണയമാണ് ഈ പൂവണിയാൻ പോണത്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞങ്ങൾ അതിൽ കൂടുതൽ ഹാപ്പി ആയിരുന്നു. എന്താണെന്നറിയത്തില്ല. പക്ഷേ അവളെ ഈ വേഷത്തിലൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ കുറച്ച് ഇമോഷണലായി. സന്തോഷം കൊണ്ടായിരിക്കാം. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സാബല്യമാവാൻ പോണത്. അപ്പോൾ ഇനി അവളുടെ ജീവിതത്തിൽ ഫുള്ള് അവൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. ഞാൻ അവളുടെ വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും അവൾ എൻ്റെ വീട്ടിൽ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ പിരിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരുമിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ നടക്കും. പക്ഷേ അവളുടെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പോൾ അവൾ കല്യാണം കഴിച്ച് പോവുകയാണ് ഗൈസ്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും, എപ്പോഴും ഒരുമിച്ചുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ അഭിനുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് കെട്ടും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവളോട് യാത്രയൊക്കെ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോന്നു.